ഹലോ ഫ്രണ്ട്സ്, എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോ കൂടി ആകുമ്പോൾ നമ്മൾ ഏകദേശം ടെർമെക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കവറപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഓരോരോ ടൂൾസിലേക്കും അതേപോലെ തന്നെ ഓരോ പ്രത്യേകം ടോപ്പിക്കുകളിലേക്കും നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഇന്ന് നമ്മളിതിനകത്ത് സംസാരിക്കാൻ പോകുന്നത് പെർമിഷൻസിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് ടെർമെക്സിനകത്ത് തന്നെ ഓരോ പാക്കേജസിന് എങ്ങനെ നമുക്ക് പെർമിഷൻസ് കൊടുക്കാം, ഏതൊക്കെ ടൈപ്പ് പെർമിഷൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത്, അതായത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ടെർമെക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഒരു കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ apt update and apt upgrade -y. ഇത് നിങ്ങൾക്ക് രണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. അതായത് apt അപ്ഡേറ്റ് എന്ന് മാത്രം കൊടുക്കാം, അതിനുശേഷം apt അപ്ഗ്രേഡ് കൊടുക്കാം. അതിനേക്കാളും ഒരുമിച്ച് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരുമിച്ചിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമാൻഡ് കൂടി ഓർത്ത് വയ്ക്കുക. നമുക്ക് കഴിവതും എല്ലാ കാര്യങ്ങളും എളുപ്പമായിട്ട് ചെയ്യാനായിട്ടല്ലേ നോക്കാനായിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു കമാൻഡ് ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് നമ്മുടെ പാക്കേജസ് എല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ലത്. ഇപ്പോൾ തന്നെ കണ്ടില്ല, നമ്മുടെ പൈത്തൻ്റെയൊക്കെ പാക്കേജസിനകത്തൊക്കെ പുതിയ ഏതൊക്കെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ആയി വരട്ടെ. അതേപോലെ തന്നെ നിങ്ങൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് തന്നെ കമൻറ്റ് സെക്ഷനകത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മനഃപൂർവ്വമല്ല, കാരണം ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട്. ഓരോരുത്തർക്ക് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷനും കൂടെയാണ് ഞാൻ ഇന്നൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ആ വീഡിയോ പറ്റിയിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർഗ്രാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കുന്നതിനേക്കാളും ഫേവറബിൾ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കൂടെ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. കാരണം എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു 1 അവർ, അതായത് വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 1 അവർ ഞാനകത്ത് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ടൈമിൽ എന്നോട് ചോദിക്കാം. അതേപോലെ തന്നെ അതിനകത്ത് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എന്നോട് ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴിയും കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതുവഴി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിഷ്യലി എപ്പോഴും മെസ്സേജിന് റിപ്ലൈ തരത്തില്ല എന്നല്ല, കാണുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പലർക്കും റിപ്ലൈ കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം, സംസാരിച്ച് സമയം കളയുന്നില്ല. ഓക്കെ, പെർമിഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കമാൻഡ് കൂടി പറഞ്ഞു തരാനായിട്ടുണ്ട്. അതായത് dpkg -list. ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെർമെക്സിനകത്ത് ഏതൊക്കെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് നമ്മളിവിടെ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടെർമെക്സിനകത്ത് ഏതൊക്കെ പാക്കേജസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ പാക്കേജസ് മൊത്തത്തിൽ അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതൊന്ന് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു. ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് Ctrl+C കൊടുത്തു. നിങ്ങൾക്ക് പലർക്കും കൺട്രോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അഥവാ അങ്ങനെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടെർമെക്സ് റീഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമാണ് പരിഹാരം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടെർമെക്സ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, വീണ്ടും ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. കൺട്രോൾ ഞെക്കിയതിന് ശേഷം പ്ലസ് ഒന്നും ഞെക്കണ്ട, ഡയറക്റ്റായിട്ട് കൺട്രോൾ കഴിഞ്ഞ് ഏതാണോ കീ അതങ്ങ് ഞെക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് വന്നു. ഹോം സ്ക്രീനിലേക്ക് വരാൻ വേണ്ടിയിട്ട് CD നമ്മൾ ടിൽഡ് സിമ്പിൾ കൊടുത്തു, ഹോം സ്ക്രീനിലേക്ക് എത്തി. അതേപോലെ തന്നെ വേറെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്ന ഒരു ഡൗട്ടാണ്, ഈ ഓട്ടോ സജഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ കാണിക്കുന്ന കീവേഡ്സ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ആ ആരോ കീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിനെ നാവിഗേറ്റ് ചെയ്ത് നമുക്കതിനെ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആരോ കീസ് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് LS -A എന്നുള്ളത് അങ്ങനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായിരുന്നു അടുത്തൊരു ഡൗട്ട്. അപ്പോൾ അതും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഡൗട്ടിൻ്റെ ക്ലാരിഫിക്കേഷൻ കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ബേസിക് കമാൻഡ്സിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെർമെക്സിന് സ്റ്റോറേജ് പെർമിഷൻ കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ടെർമെക്സ് സെറ്റപ്പ് സ്റ്റോറേജ്. ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പോപ്പപ്പ് വരും. ആ ഒരു പോപ്പപ്പിനകത്ത് യെസ് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നോ തന്നെ കൊടുക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഡേറ്റാസും അവിടെ നിന്ന് റിമൂവ് ആയി പോയിട്ട് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് വരേണ്ടി വരും. ഓക്കെ, ഇനിയാണ് നമ്മുടെ പെർമിഷൻസിലേക്ക് കിടക്കുന്നത്. മെയിൻ പെർമിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH മോഡും അതേപോലെ CH ഓൺ എന്ന് പറയുന്ന 2 കമാൻഡ്സ് ആണ് മെയിൻലി ഉള്ളത്. അതിന് തന്നെ പല ഫ്ലാഗ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പരിചയപ്പെടാൻ പോകുന്നത് CH മോഡിനെ പറ്റിയിട്ടാണ്. ഈ ഒരു കമാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർമിഷൻ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽസിനെ ഒന്നെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ, അതായത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള
റീഡ് ഓർ റൈറ്റ് പെർമിഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും തിരുത്ത് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു CH മോഡ് കൊടുക്കുന്നത്. CH മോഡിന് തന്നെ ഒരുപാട് ഫ്ലാഗ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഓരോരോ ഫ്ലാഗ്സ് ആയിട്ട് നമുക്കിപ്പോൾ പരിചയപ്പെടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വർക്കിംഗ് ഡയറക്ടറി ഏതാണെന്നൊന്ന് ജസ്റ്റ് നോക്കി, ഹോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്തൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ, MKDIR സ്പേസ് എന്താണോ പേര് അത് കൊടുക്കുക. ഞാനിപ്പോൾ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറി ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്തേക്ക് കയറി, അതായത് നമുക്കൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് CD കൊടുക്കുക, CD അതിൻ്റെ പേര് കൊടുക്കുക. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ച് കൊടുക്കുക, അറിയാലോ. അതേപോലെ തന്നെ ടച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഡെമോ എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, ദെൻ എൻ്റർ കൊടുക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പെർമിഷൻസ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ നമ്മുടെ ഡെമോ എന്ന് പറയുന്ന പെർമിഷൻ, അതായത് ഡെമോ എന്ന് പറയുന്ന ഫയലിന് ഞാൻ പെർമിഷൻസ് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. CH മോഡ് +X ശേഷം നമ്മുടെ ഫയലിൻ്റെ നെയിം ഏതോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയലിനുള്ള പെർമിഷൻസ് അവിടെ എനേബിൾഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ CH മോഡ് കഴിഞ്ഞ് +X കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഫയലാണോ കൊടുക്കുന്നത് ആ ഫയൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ടെർമിക്സിനകത്തുള്ള ഏതൊരു ഫയൽസിനും ഒരേപോലെ റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് +X എന്ന് പറയുന്ന ഈ ഒരു കമാൻഡിൻ്റെ പ്രത്യേകത. അതേപോലെ നമ്മുടെ അടുത്ത കമാൻഡാണ് CH മോഡ് +X* സ്പേസ് നമ്മുടെ ഫയലിൻ്റെ നെയിം. ഓക്കെ, ഞാനിപ്പോൾ അവിടെ ഫയലിൻ്റെ നെയിം കൊടുക്കുന്നില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി അതിന് ഒരു ഡെമോ വെച്ചിട്ട് നമ്മൾ ആൾറെഡി തന്നെ അതിനുള്ള പെർമിഷൻസ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി +X* എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിക്സിനകത്തുള്ള കംപ്ലീറ്റ് ഫയൽസിനെയും ഇതിന് ആക്സസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണ് ഈ ഒരു കമാൻഡ് വഴി. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് CH മോഡ് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കറക്റ്റായിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെയാണ് അതിൻ്റെ ഫ്ലാഗുകൾ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ ഏത് പാക്കേജസ് ആയി കഴിഞ്ഞാലും അതിനൊരു ഹെൽപ്പ് ഡയറക്ടറി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തേക്ക് കയറി അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതലായിട്ട്, അതായത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനും സാധിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH മോഡ് 771 ആണ്. 771 എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ഫയലിന് മാത്രം ബാക്കിയുള്ള ഫയൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ നമ്മളിവിടെ നിന്ന് അലൗട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് CH മോഡ് 771 എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH മോഡ് 777 നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ സീക്കറൊക്കെ യൂസ് ചെയ്ത സമയത്തും അതേപോലെ സേച്ചീസ് യൂസ് ചെയ്ത സമയത്തും നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CH മോഡ് 777 നമ്മുടെ ഫയലിലായിരുന്നു കൊടുത്തിരുന്നത്. മെയിൻലി ഇങ്ങനെയുള്ള ഫയൽസ് വരുന്ന സമയത്ത് .py അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷൻ ഫയൽസ് ആയിരിക്കും അതിന് ശേഷം നമ്മൾ കൊടുക്കുക. CH മോഡ് 771 സ്പേസ് നമ്മളിപ്പോൾ banner.py എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള പെർമിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് CH മോഡ് 771 ഉണ്ട്, CH മോഡ് 777 ഉണ്ട്. അതേപോലെ തന്നെ CH മോഡ് 777* എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡിഫോൾട്ട്ലി എല്ലാ ഫീച്ചേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള കംപ്ലീറ്റ് ഫീച്ചേഴ്സും നമ്മൾ ഏത് ഫയലാണോ യൂസ് ചെയ്യുന്നത് ആ ഫയലിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CH മോഡ് 777* എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ലൈൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മുടെ പെർമിഷൻസിനകത്ത് ഉള്ളത്. അപ്പോൾ ഇത്തരം കമാൻഡുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ തവണയും ഓരോ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ CH മോഡിനെ പറ്റിയിട്ട് മാത്രമാണ് സംസാരിച്ചത്. അതായത് പെർമിഷൻസ് അലോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ലൈൻസിനെയാണ് CH മോഡ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ CH മോഡിന് പല ഫ്ലാഗ്സുകളുണ്ട്. ഫ്ലാഗുകളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെൽപ്പ് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ള ഒരു 5-6 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ പറഞ്ഞേക്കുന്ന ഓരോ കമാൻഡ് ലൈൻസ് ആയിരിക്കും നമ്മൾ വീണ്ടും യൂസ് ചെയ്യാനായിട്ടും പോകുന്നത്. ഓക്കെ, പെർമിഷൻസിനെ പറ്റി പറയാനായിട്ട് അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫയൽസ് കൂടെ, അതായത് നമുക്ക് കുറച്ചുകൂടെ പാക്കേജസ് നമ്മുടെ വരും ദിവസങ്ങളിലെ ട്യൂട്ടോറിയൽസിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. അതിന് ഒന്നാമത്തത് PKG install open SSH. ഓക്കെ,
ഇത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഓരോ പാക്കേജസും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്, അതായത് പൈത്തൺ ആയിക്കഴിഞ്ഞാലും ഓപ്പൺ SSH ആയിക്കഴിഞ്ഞാലും റൂബി ആയിക്കഴിഞ്ഞാലും കർൾ ആയിക്കഴിഞ്ഞാലും ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഓരോ ദിവസവും ഓരോ ട്യൂട്ടോറിയലിനകത്ത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുക. പൈത്തണിൻ്റെ തന്നെ 3 വേരിയൻസ് ഉണ്ട്, പൈത്തൺ 2, പൈത്തൺ 3, അങ്ങനെ 3 വേരിയൻസ് ഉണ്ട്. അപ്പോൾ ആ 3 വേരിയൻസും നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം നമ്മൾ വരുന്ന ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻലി ആവശ്യമായിട്ട് വരുന്ന പാക്കേജസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്നതെല്ലാം. ഇനി അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ പാക്കേജ് വേണ്ട എന്ന് വിചാരിക്കുകയാണ്. അതായത് ഇപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാക്കേജ് കിട്ടി അതിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് PKG സ്പേസ് റിമൂവ് സ്പേസ് ഏതാണോ ഫോൾഡറിൻ്റെ നെയിം അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. നമുക്കവിടെ Y or N കാണിക്കും, അത് കൊടുക്കുക. യെസ് ഓർ നോ കൊടുത്തതിന് ശേഷം വേണ്ട എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, എത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കാനുള്ളത്. അടുത്ത ദിവസം നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട് പ്രിൻറ്റിംഗ് ആയിരിക്കും. ഫുട് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് നമുക്കൊരു ഡിവൈസിൻ്റെ ഇൻഫർമേഷൻസ് എങ്ങനെ എടുക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിവൈസിൻ്റെ ലൊക്കേഷൻ ആയിക്കഴിഞ്ഞാലും അല്ലെന്നുണ്ടെങ്കിൽ IP അഡ്രസ്സ് ആയിക്കഴിഞ്ഞാലും അതെങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, അതിന് ഏതൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്, അത് ഏതൊക്കെ രീതിയിലുണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ നാളത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണും വരെ ഇറ്റ്സ് മീ അഭയ് സൈനിങ് ഓഫ്. ബൈ ബൈ.